Getting ready for Navratri night 5 and finally നവരാത്രിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് എന്റെ കളഞ്ഞു പോയ ഹോഹോബ ഓയിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് അപ്ലൈ ചെയ്തപ്പോൾ എന്റെ മുടിക്കൊന്ന് സന്തോഷം കിട്ടിയത്. അപ്പൊ അതൊക്കെ അപ്ലൈ ചെയ്ത് ചീകി ഞാൻ കെട്ടിവെച്ചു. ആക്നി ഓപ്പൺ പോർഷന് പറ്റുള്ള ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസിംഗ് ആയിട്ടുള്ള ടോണർ അപ്ലൈ ചെയ്തിട്ട് ഒരു ബാരിയർ റിപ്പയറിംഗ് ആയിട്ടുള്ള പിങ്കി ക്രീം അപ്ലൈ ചെയ്തതിന്റെ ഇടയ്ക്ക് മമ്മി എനിക്ക് തീർത്ഥം തന്നു. കൺസിലർ ആൻഡ് ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ഒറ്റ സംഭവം തന്നെ മാക്കിന്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേറ്റർ ആയിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ ബഫ് ബ്ലഷിന് വേണ്ടി ഞാൻ ഇവിടെ ഈ ഒരു പിങ്കി ഷിമറി ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡിന് തന്നെ ഐ ഷേഡ് അപ്ലൈ ചെയ്തിട്ട് അത് തന്നെ ലോവർ ലാഷസിൽ അപ്ലൈ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ ലോവർ ലാഷസിൽ ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് ബിക്കോസ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് റിവേഴ്സ് കാറ്റ് ഐ ലുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാജൽ സ്മജ് പ്രൂഫ് കാജലില്ലേ അത് നന്നായിട്ട് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഒരു ഐ ലൈനർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കാറ്റ് ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്യണത്. വെറും ഐ ലൈനർ അല്ല, ഇതാണ് വാട്ടർ പ്രൂഫ് ഐ ലൈനർ. എന്നിട്ട് മസ്കാര അപ്ലൈ ചെയ്തിട്ട് ക്ലം ഫ്രീ ലുക്ക് കിട്ടാനായിട്ട് ഒന്ന് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാം നല്ലൊരു ഫാൻഡ് ലാഷസ് കിട്ടണത്. എന്നിട്ട് ഞാൻ ഇവിടെ ഐബ്രോസിന് വേണ്ടി ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യും. ട്രസ്റ്റ് മീ ഗൈസ്, ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഐബ്രോ ലുക്കാണ് കിട്ടുന്നത്. ബ്രൗസിന് കുറച്ച് ബ്രഷ്ഡ് ലുക്ക് കിട്ടാനായിട്ട് ഐബ്രോ ജെൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്തില്ലേ ഷിമറി ആയിട്ടുള്ള അതിനുശേഷം വേണ്ടാന്ന് വിചാരിച്ച പക്ഷേ കുറച്ചൊരു ബാം ലുക്ക് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ട് എല്ലാം മേക്കപ്പ് സെറ്റ് ആക്കിയിട്ട് ഈ ഒരു ലിപ്പി ഷെയ്ഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. നവരാത്രിയുടെ 5ാമത്തെ ദിവസത്തെ തീമായിരുന്നു ഗ്രീൻ കളർ. അപ്പോൾ 2 കൊല്ലം മുമ്പുള്ള നമ്മുടെ 2 ചണിയാച്ചോലിൽ നിന്നുള്ള ഒരു ബ്ലൗസും ഒരു പാവാടയായിട്ട് ഞാൻ രണ്ടും കൂടെ ക്യാരി ചെയ്തേക്കണം. അതിനകത്ത് കോമൺ ആയിട്ട് ബേബി പിങ്ക് കളർ ഉണ്ട്. സോ അതിനോട് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയായിട്ട് ഞാൻ എടുത്തേക്കണം. പുറകെ എൻ്റെ കൈ എത്തണ്ടായിരുന്നില്ല സേഫ്റ്റി പിൻ കുത്താനായിട്ട്. അപ്പോൾ മമ്മിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ മുടി ഇട്ടാട്ടാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് മമ്മി വന്ന് ഇവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് കംപ്ലീറ്റ്ലി സെക്യൂർ ചെയ്തു. ഹെയർ സ്റ്റൈൽ എനിക്ക് സിമ്പിൾ ആയിരുന്നു വേണ്ടിയിരുന്നത്. സോ ഇവിടെ ഞാൻ ഫ്രണ്ട് 2 സൈഡ് ബ്രേഡ് ചെയ്തുകൊണ്ടുള്ള പോണി ടെയിൽ ആണ് കെട്ടണത്. അപ്പോൾ വളരെ ഈസിയാണ്. ഇങ്ങനെ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ബാങ്ക്സ് ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ റിവേഴ്സ് ആയിട്ടുള്ള ബ്രേഡ് കെട്ടിയിട്ട് ഇങ്ങനെ പോണിയുടെ പുറകെ കൊണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്താൽ മതി. എന്നിട്ട് ഔട്ട്ഫിറ്റോട് മാച്ച് ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ്സ് ഇട്ടതിന് ശേഷം ഞാൻ കഫ് ബ്രേസ്ലെറ്റ് ഇട്ടു, ഇയറിംഗ് ഇട്ടു, ചൂന്തല കുത്തി കോട്ടക്കണക്കിന് പെർഫ്യൂം പൂച്ചപ്പോൾ എനിക്ക് തോന്നി ഹെയർ സ്റ്റൈൽ കുറച്ച് സിമ്പിൾ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഔട്ട്ഫിറ്റോട് മാച്ച് ആയിട്ടുള്ള ബിന്ദി ഞാൻ തൊട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് ഞാൻ തൊട്ടേക്കണ പൊട്ടും നമ്മുടെ സ്കേർട്ടിനോട് മാച്ച് ആയിട്ടുള്ളതല്ല. അപ്പോൾ അതിനോട് മാച്ച് ആയിട്ടുള്ളത് തന്നെ ഞാൻ പൊട്ടും തൊട്ടു. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ള സകല പ്രൊഡക്ട്സ് ഇതേ സ്ക്രീനിൽ തന്നെ ഞാൻ എൻ്റെ ലിങ്ക് ഒക്കെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പോയി ഗർഭാടിച്ചിട്ട് വരാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ വ്ളോഗ് കാണാനായിട്ട് വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.